കാണുന്നതിന് ബഹുമാനപ്പെട്ട കോഴിക്കോട് മേയർ ഉദ്ഘാടനം ചെയ്തത് ഇതിന് സാഹചര്യം ഒരുക്കിയ എല്ലാവർക്കും, കോർപ്പറേഷനും ഗവൺമെൻറ്റിനും, വിശിഷ്യ എന്നിവിടെ വന്ന എല്ലാ ബഹുമാനപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലത്തിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നേതാക്കൾക്കും ഞാൻ നന്ദി പറയുന്നു. അടുത്ത ഓപ്പണിംഗ് കേരളത്തിലെ കോട്ടയത്തായിരിക്കും. പണി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. കോട്ടയത്ത് 3 മാസത്തിനുള്ളിൽ കോട്ടയത്തെ അത് ഞങ്ങളുടെ ഫിസിബിലിറ്റി സ്റ്റഡി, വേബിലിറ്റി സ്റ്റഡി അതനുസരിച്ച് അതിൻ്റെ സ്റ്റഡി ചെയ്തിട്ട് അത് ഞങ്ങൾ ഷോപ്പ് മാൾ തുടങ്ങി ജോലി കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ചെയ്യുന്നത്. നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ, ഭരണഘടനയിൽ വിശ്വസിക്കുന്നവർ, നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ ജനാധിപത്യ രാഷ്ട്രമായാലും ശരി, മറ്റു ഭരണം നടത്തുന്ന രാജ്യങ്ങളിലായാലും ശരി, നിയമവ്യവസ്ഥക്കനുസരിച്ച് മാത്രമേ വലിയൊരു പ്രൊജക്റ്റ് തുടങ്ങാൻ സാധിക്കും. 800 കോടി രൂപയുടെ പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ ഞങ്ങളത് ചിന്തിക്കുമല്ലോ, ഞങ്ങൾ ലീഗൽ ഫേമിനെ വെച്ച് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഞങ്ങളുടെ ലീഗൽ ഒപ്പീനിയൻ അനുസരിച്ചിട്ടായിരിക്കുമല്ലോ ഞങ്ങൾ അതിന് ചില തടസ്സങ്ങളുണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് ആ തടസ്സങ്ങളിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അത് ഞങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഞാനിപ്പോൾ കഴിഞ്ഞതിനെ പറ്റി നമ്മൾ വൺസ് ഇറ്റ് ഈസ് ഗോൺ ഫോർ തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ. ഇനിയിപ്പോൾ നേരം വൈകിട്ട് പറഞ്ഞ് കഴിഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഫസ്റ്റായിട്ട് കാര്യങ്ങൾ പ്രാരംഭ പ്രവർത്തനങ്ങൾ. ഷോപ്പിംഗ് മാൾ ഇൻ ബിസിനസ് സിറ്റി of Calicut, Kerala. This is one of our dream projects that we inaugurated today. It's about 350,000 square feet. 2,000 young boys and girls are working here. I'm very happy to give employment to my fellow citizens, Indian, and particularly in Kerala. Will you invest more in Yes, our India's biggest shopping mall is in Ahmedabad. We already got the land. Now the designing is going on. Because Ahmedabad, where I spent 4.5 years, and I brought up in Ahmedabad, it is my responsibility to start. You're getting support from the central government? I'm getting full support from the central government and the Ministry of Commerce, and also all the ministries of central government. Because you know that in Lucknow, our expectation was 30,000 people. Now more than 65,000 people are coming to our shopping mall in Lucknow. So the people of Uttar Pradesh very happy, and they are coming every day. Average 40 to 50,000, and also in Hyderabad. Very good footfall, and we are expecting in some other places to be announced later. Thank you.